ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്കനെ ഞാൻ ആദ്യമൊക്കെ തന്നെ നന്നായി കഴുകിയിട്ട് തുടച്ചിട്ട് ഇങ്ങനെ ഒരു വെണ്ടയ്ക്കനെ മൂന്നാക്കിയിട്ട് മുറിക്കൂലേ, അതുപോലെ മുറിച്ച് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇത് തേങ്ങ ഒഴിക്കാണ്ടും അതുപോലെ മുളക് കറി അല്ലാണ്ടും വെക്കണ രീതിക്കാണ് കേട്ടോ വെക്കുന്നത്. ഇതിൽ തേങ്ങ ഒഴിക്കണില്ല, മുളക് കറി അല്ല, എന്നാലും ഒരു വ്യത്യാസമായിട്ടുള്ള കറിയാണ്. നല്ല ടേസ്റ്റാണ്. സ്കൂളിലേക്കും ഓഫീസിലേക്കും അതുപോലെ കോളേജിലേക്കും മക്കൾക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റണ നല്ല അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കടുക് നമ്മളിട്ട് കൊടുത്തു, ജീരകം ഒരു നുള്ള് ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ഒരു 2 ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇടുന്നവർക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ പൊട്ടിക്കണമൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ഒരു ചെറിയ കുഞ്ഞ് സവാളിനെ നീളത്തിൽ കഷ്ണാക്കിയിട്ട് അതും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് അങ്ങോട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, പച്ചച്ചുവപ്പ് അങ്ങോട്ട് മാറി കിട്ടിയാൽ മതിയാവും. എന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയിൽ വെള്ളം ഒട്ടും ചേർക്കാത്തൊരു കറിയാണ് കേട്ടോ. അത് കാരണം നമ്മൾ ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഈ വെണ്ടയ്ക്ക വെന്ത് കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ ദേ ഞാൻ നന്നായി ഒന്ന് അങ്ങോട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിവായപ്പോൾ ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തക്കാളിയുടെ പച്ച ചുവപ്പൊന്ന് മാറുകയുള്ളൂ, അതുപോലെ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ, ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് വേണ്ട പൊടികൾ എന്താണെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടി ഒരു സ്പൂണും, മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യത്തിന്, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് അത്യാവശ്യം എരിവിനുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നങ്ങോട്ട് ഇളക്കി ആ മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ മഞ്ഞപ്പൊടിയുടെ ഒക്കെ പച്ചച്ചുവപ്പും പോകുകയുള്ളൂ ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇവിടെ തീ ഓഫാക്കി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈരിൽ ഉപ്പൊന്നും ഇടുന്നില്ല കേട്ടോ. നമ്മൾ ഈ കറിക്ക് വേണ്ട ഉപ്പും ഈ തൈരിലേക്കുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഈ വെണ്ടക്കയുടെ കൂട്ടിലിട്ടിട്ടുള്ളത്. അത് കാരണം തൈര് നന്നായി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ വെണ്ടക്കയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ അടിപൊളി വെണ്ടക്ക തൈര് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനും കൊടുത്തു വിടാനും സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.